ആദ്യ OTT അപ്ഡേറ്റ് നമ്മുടെ ചതബാച്ചന്റെ കൂടെ റിലീസ് ചെയ്ത ഒരു ബോളിവുഡ് സിനിമയാണ് ബോർഡർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ബോർഡർ 2 എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ബോബി ഡിയോളൊക്കെയാണ് സണ്ണി ഡിയോളൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പടം വലിയൊരു വിജയം തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ. പടത്തിന്റെ OTT അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. നെറ്റ്ഫ്ലിക്സിൽ ഈ വരുന്ന മാർച്ച് മാസം 20-ാം തീയതിയാണ് പടം OTT റിലീസിൽ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു സിനിമയാണ് നമ്മുടെ തെലുങ്ക് സിനിമയെ ഫംഗി എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെയും OTT അവകാശം എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിലെ ഈ വരുന്ന മാർച്ച് മാസമാണ് OTT റിലീസിന് പോകുന്നത്. സിനിമ തെലുങ്കിൽ മാത്രമല്ല തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി പകർപ്പിൽ ഡബ് ചെയ്ത സിനിമ നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് മാസം 13-ാം തീയതി OTT റിലീസിന് പോവുകയാണ്. കാത്തിരിക്കാം നമുക്ക്. ഫംഗി എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയുടെ മലയാളം ഡബും തമിഴ് ഡബിനുമായിട്ട് പടത്തിന്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ കാത്തിരിക്കാൻ ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴ് സിനിമേന്റെയാണ്. ഹോട്ട്സ്പോട്ട് ടു മച്ച് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി മാസമാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ഒരേ സമയത്ത് 5 OTT റിലീസ് പ്ലാറ്റ്ഫോമിലാണ് സിനിമ ഒരേ സമയത്ത് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈം, അഹാ തമിഴ്, സിംപ്ലി സൗത്ത്, ലയൺസ് ഗേറ്റ് പ്ലേ, ഷോർട്ട് ഫ്ലിക്സ്, അങ്ങനെ ഓൾമോസ്റ്റ് 5 OTT പ്ലാറ്റ്ഫോംസിലാണ് സിനിമ ഒരേ സമയത്ത് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ഹോട്ട്സ്പോട്ട് ടു മച്ച് ഈ ഒരു തമിഴ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ നമുക്ക് ഫെബ്രുവരി മാസം 20-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് സണ്ണി ലിയോൺ അഭിനയിച്ച ഒരു സിനിമയാണ്. അത് നമ്മുടെ ഇന്ത്യൻ സിനിമ OTT റിലീസിന് വരികയാണ്. സിനിമയിൽ ഒരേ സമയത്ത് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് പകർപ്പിലായിട്ട് ZEE5ലൂടെയാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. സിനിമ ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ZEE5ലൂടെ. കാത്തിരിക്കും നമുക്ക് കെനഡി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്കായിട്ട്. ഒരേ സമയത്ത് സിനിമ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ടാണ് അവൈലബിൾ ആവാൻ പോകുന്നത്. മറ്റ് ലാംഗ്വേജസ് ഡബ്ബിങ് ഇതുവരെയായിട്ടും ഒരു അപ്ഡേറ്റും ഇല്ല. അടുത്ത സിനിമ തമിഴ് സിനിമയാണ്. നമ്മുടെ ഗാന്ധി ടോക്സ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. വിജയ് സേതുപതി അഭിനയിച്ച സിനിമയും കൂടിയാണ്. പടം ഈ വരുന്ന ഫെബ്രുവരി മാസം തന്നെയാണ് OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷയിലായിട്ടായിരിക്കും സിനിമ ഈ വരുന്ന ഫെബ്രുവരി മാസം 26-ാം തീയതി സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് ZEE5ലൂടെ. കാത്തിരിക്കും നമുക്ക് ഫെബ്രുവരി മാസം 26-ാം തീയതി ഗാന്ധി ടോക്സ് എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ലക്കി എന്ന് പറഞ്ഞൊരു തമിഴ് സീരീസിന്റെയാണ്. നമ്മുടെ GV പ്രകാശ് അഭിനയിച്ച ഏറ്റവും പുതിയൊരു സീരീസ് ആണ് ലക്കി എന്ന് പറഞ്ഞ സീരീസ്. നമ്മുടെ അൻസരാജ് മലയാളത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതൊരു തമിഴ് സീരീസ് ആണ്. ഒരേ സമയത്ത് ഫെബ്രുവരി മാസം 20-ാം തീയതി തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലുമായിട്ടായിരിക്കും അവൈലബിൾ ആവാൻ പോകുന്നത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ സീരീസ് ആയിട്ട്. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു സീരീസിനായിട്ട് ഫെബ്രുവരി മാസം 20-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ചത്ത പാച്ച സിനിമേന്റെയാണ്. റോഷൻ മാത്യു അതുപോലെ തന്നെ അർജുൻ അശോകൻ അഭിനയിച്ച ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. ഈ വർഷത്തെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയാണ് നമ്മുടെ ചത്ത പാച്ച എന്ന് പറഞ്ഞ സിനിമ. പടം ഒരേ സമയത്ത് മലയാളം അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലായിട്ടായിരിക്കും OTT റിലീസിന് പോകുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. ഈ വരുന്ന ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് നമ്മുടെ ചത്ത പാച്ച സിനിമ OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഒരു മലയാള സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴ് സിനിമയായ വിത്ത് ലവ് എന്ന സിനിമേന്റെ തന്നെയാണ്. പടം നമ്മുടെ അൻസരാജ് അഭിനയിച്ച ഒരു പ്രണയ സിനിമയാണ്. സിനിമ കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്റർ റിലീസിന് വന്നത്. സിനിമേന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത്. ഈ ഒരു പ്രണയ സിനിമ ഈ വരുന്ന ഫെബ്രുവരി മാസം ഒന്നുമല്ല, മാർച്ച് മാസം ആദ്യ വാരമാണ് OTT റിലീസിന് വരുന്നത്. മാർച്ച് മാസം 6-ാം തീയതിയാണ് നമ്മുടെ വിത്ത് ലവ് എന്ന് പറഞ്ഞ സിനിമ OTT റിലീസിന് പോകുന്നത്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് പടത്തിന്റെ OTT റൈറ്റ്സ് മേടിച്ചത്. സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷയിലായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ്.